CSST സഭാ സ്ഥാപക ദേവദാസി മദർ തെരേസ ഓഫ് സെയിൻറ്റ് റോസ് ഓഫ് ലീമയുടെ 122ാം ചരമദിനാഘോഷത്തോടനുബന്ധിച്ച് സെയിൻറ്റ് തെരേസാസിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപക അനധ്യാപക വിഭാഗങ്ങൾക്കായി സംഘടിപ്പിച്ച ദിനാഘോഷ പരിപാടികളെ സംബന്ധിച്ച് അമ്മയ്ക്കായി ഒരു ദിനം, അമ്മയെ അറിയാൻ, അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ, കവിത, ഡ്രോയിങ്, ക്വിസ്, ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഡാൻസ് മത്സരങ്ങൾ, ലക്കി തെരേസ്യൻ കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. പോകാം ആ ദിനാഘോഷ പരിപാടികളിലേക്ക്.
കടലോളം സ്നേഹത്തിനാഴം ആകാശവീഥിക്കുമപ്പുറം അരിവെഴുന്ന തരളിതമീ ഹൃദയം കടലോളം സ്നേഹത്തിനാഴം ആകാശവീഥിക്കുമപ്പുറം അരിവെഴുന്ന തരളിതമീ ഹൃദയം ലീമായിലെ വിശുദ്ധ റോസിന്റെ തെരേസ, മദർ തെരേസ. ലീമായിലെ വിശുദ്ധ റോസിന്റെ തെരേസ, മദർ തെരേസ. CSST സ്ഥാപക, CSST സ്ഥാപക. കടലോളം സ്നേഹത്തിനാഴം ആകാശവീഥിക്കുമപ്പുറം അരിവെഴുന്ന തരളിതമീ ഹൃദയം. ഈശോതൻ മധുരമൊഴികൾ നന്മകൾ ഇവിടെ പങ്കുവച്ച ദൈവദാസി. ഈശോതൻ മധുരമൊഴികൾ നന്മകൾ ഇവിടെ പങ്കുവച്ച ദൈവദാസി. ഈശോതൻ കുരിശിൽ സഹനം ചേർന്നവൾ ഇവിടം സ്വർഗതുല്യമാക്കി. ഈശോതൻ കുരിശിൽ സഹനം ചേർന്നവൾ ഇവിടം സ്വർഗതുല്യമാക്കി. ഇവിടം സ്വർഗതുല്യമാക്കി. കടലോളം സ്നേഹത്തിനാഴം ആകാശവീഥിക്കുമപ്പുറം അരിവെഴുന്ന തരളിതമീ ഹൃദയം. ഈശോതൻ രക്ഷയായി നന്മയായി ജീവിതം ചേർത്തു വെച്ചൊരമ്മ. ഈശോതൻ രക്ഷയായി നന്മയായി ജീവിതം ചേർത്തു വെച്ചൊരമ്മ. അനുദിനം ഞങ്ങൾ ഓർത്തിടുന്നിതാ അരിവേറും സ്നേഹത്തിൻ ചെയ്തികൾ. അനുദിനം ഞങ്ങൾ ഓർത്തിടുന്നിതാ അരിവേറും സ്നേഹത്തിൻ ചെയ്തികൾ. അരിവേറും സ്നേഹത്തിൻ ചെയ്തികൾ. കടലോളം സ്നേഹത്തിനാഴം ആകാശവീഥിക്കുമപ്പുറം അരിവെഴുന്ന തരളിതമീ ഹൃദയം. ലീമായിലെ വിശുദ്ധ റോസിന്റെ തെരേസ, മദർ തെരേസ. ലീമായിലെ വിശുദ്ധ റോസിന്റെ തെരേസ, മദർ തെരേസ. CSST സ്ഥാപക, CSST സ്ഥാപക.
വൈദ്യാർത്ഥി. കർമ്മലാരാമത്തിലെ മനോഹരമായ പുഷ്പം, കർമ്മനിരത, നിശ്ചയദാർഢ്യം, സ്നേഹം, സൗമ്യത, പാപങ്ങളോടുള്ള അതുല്യമായ സ്നേഹം, അനുകമ്പ തുടങ്ങിയ ക്രിസ്തുമൂല്യങ്ങളാൽ കർമ്മല പൊങ്കാവനത്തെ മനോഹരിതവും സുഗന്ധപൂരിതവുമാക്കിയ ശ്രേഷ്ഠയായ ധന്യ അമ്മ, കർമ്മചരിതയായ ഒരു അമ്മയുടെ മടിത്തട്ടിൽ 122-ാം ചരമദിനം ആചരിക്കാൻ നാം അണിഞ്ഞിരിക്കുന്നു. പുണ്യജീവിതത്തിൻ്റെ വഴിയിൽ നടത്തിയ നിസ്തുലമായ സേവനങ്ങളെ അനുസ്മരിക്കാൻ ഒരു ദിനം കൂടി. സന്തോഷത്തിൻ്റെ അതിലേറെ നന്ദിയുടെ ഒരു വേദിയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ ഒരു നല്ല അവസരത്തെ നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇതിനായി ഡയറക്ട് മിസ്സിനെ സാദരം പ്രയസോമിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒന്നിച്ചു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാനായി ഹണിമിസിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ധന്യമായ ഒരു നിമിഷത്തിലായിരിക്കുന്ന ഈ മനോഹര നിമിഷത്തിൽ നമ്മുടെ സദസ്സിനെ ധന്യമാക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ് മാർവൽ, മറ്റു സിസ്റ്റേഴ്സ്, അധ്യാപകരെ, അനധ്യാപികരെ, കുഞ്ഞുനാളിൽ അമ്മയുടെ ഒക്കത്തിരുന്ന് അമ്പിളിമാമനെ നോക്കി ചോറുണ്ണുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ അമ്പിളിമാമൻ്റെ അരികിൽ തിളങ്ങുന്ന ഈ കുഞ്ഞു കുഞ്ഞ് നക്ഷത്രങ്ങൾ ആരാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, അത് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജീവിച്ച് നമ്മൾക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്ത് നമ്മെ സ്നേഹിച്ച് കടന്നു പോയെങ്കിലും ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ആൻറ്റിമാരും ഒക്കെ ആണ്. അവരിന്നും അവരുടെ ആ തേജസ് പൊഴിച്ചുകൊണ്ട് നമ്മളെ നോക്കി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ എൻ്റെ അമ്മ ആ ആകാശത്തിൽ എവിടെയോ മറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സുഖം അനുഭവിച്ചുകൊണ്ടാണ് കുഞ്ഞുനാളിൽ പിന്നീട് വളർന്നു വന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പ്രിയ അമ്മ മദർ തെരേസ ഓഫ് സെൻറ് ജോസഫ് ലീമയുടെ
122-ാം ചരമദിനം നാം അനുസ്മരിക്കുമ്പോൾ 122 വർഷങ്ങൾക്ക് മുമ്പ് ആഴിയുടെ അലകളിൽ മറിഞ്ഞു പോയെങ്കിലും ഇന്നും നമുക്ക് വേണ്ടി പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദിവ്യ താരത്തെ സ്മരിച്ചുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇന്ന് രാവിലെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാമോ? അപ്പോൾ അവർ മദർ തെരേസയുടെ ഒക്കെ പേര് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഒരു വിശുദ്ധയുടെ ദിവ്യ പാദങ്ങൾ പതിഞ്ഞ മുറ്റത്ത് കൂടിയാണ് നാം നടന്നു നീങ്ങുന്നത്. ആ ഒരു വിശുദ്ധയുടെ സ്പന്ദനം തുടിക്കുന്ന ചുവരുകൾക്കിടയിലാണ് നാം ആയിരിക്കുന്നത്. എത്രയോ ഭാഗ്യമാണത്. മറ്റാർക്കും ലഭിക്കാത്ത ഈ CSST സന്യാസ സഭയിലെ മറ്റൊരു അംഗത്തിനും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് ഈ സെന്റ് തെരേസാസിന്റെ തിരുമുറ്റത്തായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അതെ, ഇന്നും മേഘങ്ങൾക്കിടയിലെ പ്രഭാത താരം പോലെ, ഉത്സവവേളയിലെ പൂർണ്ണചന്ദ്രനെ പോലെ, അത്യുന്നതന്റെ ആലയത്തിന് മുകളിൽ ശോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിലെ മഴവില്ല് പോലെ, വസന്തത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പനിനീർ പൂ പോലെ, നീർച്ചാലിനരികിൽ നിൽക്കുന്ന ലില്ലിപ്പൂവിനെ പോലെ പരിമളം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാസാമീപ്യമാണ് നമ്മുടെ അമ്മ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് ഈ വർഷം നമ്മൾ ഏറെ അധികമായിട്ട് നമ്മുടെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അതാ വിശുദ്ധിയുടെ ആ പൂമൊട്ടുകൾ വിരിയുന്നതിന് മുമ്പുള്ള ഒരു സൗരഭ്യം പടർത്തലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ മുട്ടുകൾ ഓരോന്നും ഇതൾ വിടർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു മഹാസൗന്ദര്യം, അതെ, അതാണ് ഈ വർഷം കൂടുതലായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മദറിലൂടെ ഈ ചരമദിനവും എല്ലാം വളരെ കേമമായി നാം ഓർക്കുകയും വ്യത്യസ്തങ്ങളായ മത്സരങ്ങളും കൂട്ടായ്മകളും എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് എൻ്റെ പരിസമാപ്തി എന്നോളം നാം ഈ സായം സന്ധ്യയിലേക്ക് മടങ്ങുന്ന ഈ വേളയിൽ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മഹാനിമിഷത്തിൽ ഇവിടെ ആയിരിക്കുന്ന, ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ആ വിശുദ്ധി കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ മദറിനെ ഏറെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും അധ്യാപകരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മറ്റു സെന്റ് തെരേസാസ് HSTയിലെ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ റവറൻഡ് സിസ്റ്റർ ഷീനിയെയും നമ്മുടെ ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് റവറൻഡ് സിസ്റ്റർ ഭാനിയെയും ഞങ്ങളുടെ LPHM റവറൻഡ് സിസ്റ്റർ സവിതയെയും ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു വേദിയിലായിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും, പ്രത്യേകിച്ച് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓടി നടന്നിരുന്ന റവറൻഡ് സിസ്റ്റർ നിരഞ്ജനയെയും മറ്റെല്ലാ അധ്യാപകരെയും ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലമുകളിൽ നിന്ന് ഒഴുകുന്ന നദി താഴേക്ക് പതിക്കുമ്പോൾ ആ നദി ഒഴുകുന്ന ദേശത്തെ പുല്ലുകൾക്കും ചെടികൾക്കും മരങ്ങൾക്കുമെല്ലാം കുളിർമ നൽകിക്കൊണ്ട് അവയെ ഫലഭൂയിഷ്ടമായി ഒഴുകുന്നത് പോലെ ഈ നിമിഷം നമ്മുടെ അമ്മ മദർ തെരേസ ഓഫ് സെന്റ് റോസ് ഓഫ് ലീമയുടെ ആ ചൈതന്യം നമ്മൾക്ക് ഏവർക്കും ഉൾക്കൊള്ളാം. നാം ആയിരിക്കുന്ന മേഖലകളിൽ നമ്മളിൽ ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ മറ്റുള്ളവർക്ക് ഭുജിക്കാനായി നൽകിക്കൊണ്ട് ഈ അമ്മയുടെ നാമം നമ്മിലൂടെ അനേകരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സന്ദേശം നൽകുന്നതിനായി നമുക്ക് ഏറ്റവും പ്രിയഗതിയായ സുരക്ഷിതമായ സ്നേഹവും ലാളിത്യവും കൊണ്ട് നമ്മെ ഏവരെയും എപ്പോഴും ആകർഷിക്കുന്ന റവറൻഡ് സിസ്റ്റർ റോസ് മാർഗരറ്റിനെ, സെന്റ് തെരേസാസ് കോൺവെന്റ് സുപ്പീരിയർ, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം മാനേജർ, നമ്മുടെ സെന്റ് തെരേസാസ് കോൺവെന്റ്, സെന്റ് തെരേസാസ് കേരള പ്രോവിൻസിന്റെ കോർപ്പറേറ്റ് മാനേജറുമായ റവറൻഡ് സിസ്റ്റർ
റോസ് മാർഗ്രറ്റിന് ഇന്നത്തെ ദിനത്തിൽ സന്ദേശം നൽകുന്നതിനായി സാദരം ക്ഷണിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിസ്റ്റർ ഷീന, ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഡാനി, LP ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സവിത, മറ്റ് സിസ്റ്റേഴ്സ്, അധ്യാപകരെ, അനധ്യാപകരെ, 122ാം ചരമവാർഷിക അനുസ്മരണ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഈ ദിവസം മിക്കവാറും ധ്യാനത്തിലായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ. ഇന്നാണ് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഈ കൊല്ലമാണ് നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾ കൂടാൻ നേരത്താണ് ഈ 15-ാം തീയതി ഓണം വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ കുട്ടികളെല്ലാം പരീക്ഷയിലായതുകൊണ്ട് അവരെ കൊണ്ട് നമുക്കൊന്നും ചെയ്യിക്കാൻ സാധിക്കില്ല. ഓളോടെ സ്ഥലം പെട്ടെന്നാണ് നമ്മളിത് തീരുമാനമെടുത്തത്. നമ്മുടെ ടീച്ചേഴ്സിനെ കൊണ്ട് നമുക്ക് ചെയ്യിച്ചാലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നുകൊണ്ടാണ് കോമ്പറ്റീഷൻ ലെവലിലോട്ട് നമ്മൾ വന്നത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ എനിക്കറിയാം ഒരാഴ്ച കൂടി ഇല്ലായിരുന്നു തോന്നുന്നത് ഈ കോമ്പറ്റീഷൻ നടത്താനായിട്ട്. പക്ഷെ ആ ചുരുങ്ങിയ സമയത്തിലൂടെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തു, കഴിയുന്നത്ര നിരന്തരം അതിനെ മുൻകൈ എടുത്തു എല്ലാം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിന് പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിലും ഇത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ലാസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടത് ഡാൻസ് കോമ്പറ്റീഷൻ. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ആ ചുറിയുറുപ്പ് ഒക്കെ. നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണോ ഈ സ്റ്റേജിലുണ്ടായിരുന്നത് തന്നെ നമ്മൾ അതിശയിക്കുന്നു. നല്ലപോലെ മെലിവഴക്കത്തോടു കൂടി തന്നെ ഡാൻസ് കളിക്കുന്നു. ഈ പ്രായത്തിലായാലും അങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവം അതിനൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. കുറേ ഡാൻസ് ടീച്ചേഴ്സ് നമുക്കുണ്ടാവും. പിന്നെ കോൺഗ്രസിൻ്റെ ഇതിലോട്ട് നോക്കിയിട്ട് നമുക്കറിയാം, ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ചരിത്രം പഠിച്ചവരാണ്. ഞാൻ ഇന്ന് കേട്ട മെസ്സേജ് പറയാം. കാരണം കോളേജിൻ്റെ ഇതെന്താ വരുന്നല്ലോ. അപ്പോൾ അച്ഛൻ പറയുന്നതും ഇപ്പോൾ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് അച്ഛൻ പറയുകയാണ്, ഫൗണ്ടേഴ്സ് നടന്ന ആ മണ്ണിൽ കൂടിയാണ്. ഹണി മിസ് എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും നടക്കുന്നത് ആ മണ്ണിൽ കൂടിയാണ് അല്ലേ? ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, സ്റ്റുഡൻസ് എല്ലാം. പക്ഷെ എത്രയോ പേര് ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഫൗണ്ടേഴ്സ് ഈ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ വായും ഈ മണ്ണും ഇതൊക്കെയായിരുന്നു. ആ സമയത്തുള്ള കാഴ്ചകൾ കണ്ടു അല്ലേ? ഫൗണ്ടേഴ്സ് അച്ഛൻ പറയുന്നു, ഫൗണ്ടേഴ്സ് ഒരു ദിവസം എന്താണ് വഞ്ചിയിൽ ഒരു തോട്ടിൽ കൂടി പോവുകയായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര മോശമായിട്ടുള്ള മണം കേട്ടു. അപ്പോൾ മണം കിട്ടിയപ്പോഴത്തേക്കും ആ മണത്തിൻ്റെ കാര്യം അന്വേഷിച്ചു പോയി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, മടൽ ചെയ്യാൻ വേണ്ടി, കയറി പിരിക്കാൻ വേണ്ടി മടൽ വെള്ളത്തിൽ താഴ്ത്തിയിട്ടിരിക്കുന്നത്, അത് ചെയ്യുമ്പോഴുള്ള മണമാണ്. അപ്പോൾ തന്നെ മദറിനെ എടുത്ത് ചിന്തിച്ചു, ഇതിന് പകരമായിട്ട് എങ്ങനെ ഈ മണമില്ലാത്തയാക്കാം. അങ്ങനെയാണ് മദർ യന്ത്രവൽക്കരണത്തിൻ്റെ ഇതിലേക്ക് പോകുന്നത്. യൂറോപ്പിലുള്ള എന്തോ കണ്ട ഒരു മെഷീൻ അത് വരുത്തിച്ച് അത് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമ്മളും ഇതേപോലെ കുറേ കാര്യങ്ങൾ, നമ്മൾ ആ വായു ശ്വസിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൂടി പോകുന്നുണ്ട്. നമുക്ക് ആ ദീർഘവീക്ഷണമില്ല. മദർ ജീവിച്ചിരിക്കുന്നത് വളരെ 10-15 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. ഞാൻ ജീവിച്ചിട്ടിപ്പോൾ അതിനുള്ളിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുണ്ടായി. പക്ഷെ ആ മദറിൻ്റെ വീക്ഷണോടാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ആ 15 വർഷത്തിനുള്ളിൽ. സഭ തന്നെ ജയിൽവാസം, ജയിൽ മിനിസ്ട്രി തുടങ്ങിയിരിക്കുന്നത് കുറച്ച് വർഷത്തിന് മുന്നെയാണ്. ഫൗണ്ടേഴ്സ് തുടങ്ങിയത് 1887 ജയിൽ മിനിസ്ട്രി പോയി തുടങ്ങി. അവിടെ പോയി കുർബാനയിലിരിക്കാൻ ഇതൊക്കെ ചെന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ ഇതാണ് കീഴ്പ്പെട്ട. അതേപോലെ തന്നെ പെർമിഷൻ ചോദിക്കാനായിട്ട് മെത്രാൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചത് 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് എന്താണ്, ജാതി മതം ഭേദമന്യേ എനിക്ക് വിദ്യാലയം തുടങ്ങണം. ബിഷപ്പിൻ്റെ പെർമിഷൻ വേണമല്ലോ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല ഒരു രൂപതയിൽ. അപ്പോൾ അതിന് വേണ്ടി പിന്നെ ഒരു പറഞ്ഞത്, എനിക്ക് സാലറി കൊടുക്കാൻ പൈസ ഇല്ല. കാരണം വെറുതെ ഒരു ഭാഗമായിട്ട് മദ്രാസിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ആ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സ്കൂളിൽ അവർക്ക് സാലറി കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ദൈവപരിപാലനയിൽ മുഴുവനായിട്ട് വിശ്വസിച്ച ഒരു വ്യക്തി. ഇത്രയും നാൾ കൊണ്ടുവരുന്നതും ദൈവപരിപാലന തന്നെ. അപ്പോൾ പറഞ്ഞത്, എനിക്ക് അതിനു വേണ്ടി സാലറി കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സിന് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാലറി ഇല്ലാതെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺഗ്രിഗേഷൻ തുടങ്ങാനായിട്ട് അനുമതി കൊടുക്കണം. ഈ 2 കാര്യം അച്ഛൻ പറയാൻ എന്ത് പ്രത്യേകത ഞാൻ കാണുന്നത്.
പെർമിഷൻ മേടിച്ചു. എന്നിട്ട് ആ ദൈവപരിപാലനയിൽ മൊത്തം കൊണ്ടുപോവുകയാണ്. അനാഥപിള്ളേരെ കൊണ്ടുവരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്പെൻസറി തുടങ്ങുന്ന, അങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് വർഷത്തിനുള്ളിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സങ്കടമുള്ളത്, ഏതൊരു വിശുദ്ധനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവർക്കൊരു ശവകുടീരമുണ്ട്. നമ്മളുടെ അമ്മയ്ക്ക് അതില്ല. നമ്മളുടെ അമ്മ വെള്ളത്തിൽ പോയി ആ ബോഡി കിട്ടിയത് എവിടെയാണ്, 2-3 ദിവസം കഴിഞ്ഞ് ബോഡി കിട്ടി അത് ഒരുമിച്ച് അടക്കി വെക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു തിരികെത്തിച്ച് കൂടാരത്തിൽ ആ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു അവശിഷ്ടങ്ങൾ നമുക്കില്ല. അതാണ് ഒരു സങ്കടമായിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ പറയുന്നത് എന്താണെന്ന് പറയുന്നത്, ഈ ശവകുടീരങ്ങൾ ഇല്ലെങ്കിലും അപ്പോൾ അതും ദൈവത്തിൻ്റെ പരിപാലനയാണ്. മാത്രമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള കോൺഗ്രിഗേഷനായാലും എന്തായാലും ഇത്രയും നാൾ 100 വർഷം ആയി 5-6 പേരായിട്ട് തുടങ്ങിയ കോൺഗ്രിഗേഷൻ ഇത്രയും നാൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ദൈവപരിപാലന അല്ലാതെ ഒന്നും തന്നെയല്ല. കാരണം ഓരോ കാര്യങ്ങളും എന്തായാലും വിദ്യാലയത്തിൽ ഓരോ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് അറിയാം. നമ്മൾ പണം ഭാരം കൂട്ടി വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് CBSE സ്കൂൾ അത് വളരെ കുറവ്. നമ്മുടെ കോൺഗ്രിഗേഷനിലുള്ള CBSE സ്കൂളിന് അങ്ങോട്ട് പൈസ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന അല്ലാതെ ഈ കോൺഗ്രിഗേഷൻ മുന്നിലേക്ക് പോകുന്നില്ല. 1987 തുടങ്ങിയ ആ കോൺഗ്രിഗേഷൻ ഇത്രയും നാളിങ്ങനെ പോകുന്നു. അപ്പോൾ ശവകുടീരം ഇല്ലെങ്കിലും തിരികെത്തിക്കാൻ ഇടമില്ലെങ്കിലും അവശിഷ്ടങ്ങൾ ഇല്ലെങ്കിലും നമ്മളുടെ പ്രവർത്തനം അതാണ് കായിക പ്രവൃത്തിയായിട്ട് മാറുന്നത്. ഓരോ ബിൽഡിംഗ് തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനം തെരേസ്യനായതുകൊണ്ട് ഇവിടെ മാത്രം തെരേസ്യനല്ല, എവിടെയായാലും തെരേസ്യനായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തെരേസ്യൻ്റെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇത് കുടീരത്തിന് പകരം ശവകുടീരത്തിന് പകരം മദറിനെ യോജിപ്പിച്ച് കാണിക്കുന്ന അവസരങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കാണിക്കാനായിട്ട് നോക്കുക. കിട്ടുന്ന അവസരങ്ങൾ തെരേസ്യൻ്റെ ആ മഹിമ കാണിക്കുവാനായിട്ട് നോക്കാം. അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകട്ടെ. ഇനിയും തുടർന്ന് ഈ വിദ്യാലയത്തിനും ഞങ്ങളുടെ കോൺഗ്രിഗേഷനും അമ്മയ്ക്കും നൽകട്ടെ, അമ്മ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ ഡാൻസ് കണ്ടപ്പോഴത്തേക്കും ശരിക്കും ആ പാട്ട് കേട്ടപ്പോഴത്തേക്കും എനിക്ക് വിഷമം വരെയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ചേരുമ്പോൾ ഇങ്ങനെ ഒരു സാധനമില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു കൗണ്ടേഴ്സിനെ പറ്റി തന്നെ. ഞങ്ങൾ നോഷീറ്റിലായിട്ടല്ല ഒരു ബുക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നത് അന്നത്തെ കാലത്ത്. അപ്പം അത്രയും നമ്മുടെ കൗണ്ടേഴ്സിനെ പറ്റി അങ്ങനെ ആലോചിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എന്നാണ് വരുന്നത്. കൗണ്ടേഴ്സ് വന്ന കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പാലം തന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എങ്ങനെയായിരുന്നു എറണാകുളം കടന്നിരുന്നത്. പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനും അതേപോലെ ഈ ഇടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. അതുപോലെ വണ്ടികളായാലും റിക്ഷാവണ്ടി ഇങ്ങനത്തെ ആ കാലത്ത് മദർ വന്നത് അധികം മുന്നേ. അപ്പോൾ എത്രയോ ഗ്രാമമായിട്ടാണ് ഇത് കിടന്നിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലം പട്ടണമാക്കി മാറ്റി. കാരണം നമ്മൾ വരുന്നതിന് ശേഷം നമ്മളെവിടെ പോകുന്നതോ അവിടെയെല്ലാം കുഗ്രാമത്തിൽ പോയി നമ്മൾ തുടങ്ങും. ഞങ്ങളുടെ ഗവൺമെൻറ്റൊക്കെ മിക്കവാറും കുഗ്രാമത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ അത് കുറേ കാലം കഴിയാൻ നേരത്തെ പട്ടണമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഇതും അത് ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. അത് ചെറിയ എറണാകുളമായിരുന്നു. ആ എറണാകുളം ഇത്ര മഹാനഗരമായിട്ട് മാറിയത് മദറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. മദറിനുള്ള കഴിവും ആ വിശാല മനസ്സിലും ദീർഘവീക്ഷണം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായി നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. ആദ്യം തന്നെ ഈ ദിവസങ്ങളിൽ നടത്തപ്പെട്ട വിവിധ ഇനം മത്സരങ്ങളിൽ നിങ്ങളുടെ സമയവും കഴിവും നൽകി പാർട്ടിസിപ്പേഷൻ നൽകിയതിന് എല്ലാ ടീച്ചേഴ്സിനും നന്ദി പറയുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലെ അറിയിക്കാനായി ബഹുമാനപ്പെട്ട സ്നേഹജനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനദാനമാണ്. ഇപ്പം നമ്മൾക്കറിയാം ഇത് നമ്മുടെ ആദ്യത്തേതാണ് അല്ലേ. ആദ്യത്തേതാണെങ്കിലും നിങ്ങളീ കാണുന്ന ചിത്രങ്ങളിലെ അത് നമ്മുടെ ടീച്ചേഴ്സ് വരച്ചതാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാനുള്ളൊരു അവസരമുണ്ട്. എത്രമാത്രം ആത്മാർത്ഥത അല്ലെങ്കിൽ എത്രമാത്രം സ്നേഹം അവർ ആ ഒരു ഡ്രോയിങ്ങിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അമ്മയോടുള്ള ബഹുമാനം സ്നേഹം അതിലിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ കവിതാരചന. ഞങ്ങൾ ശരിക്കും ഓർക്കുകയായിരുന്നു, ഇന്ന് ദൈവമേ എന്തൊരു കവിതയാണ്.
കവിതകളും ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ കവിതകളെല്ലാം ഞങ്ങൾ റെക്രിയേഷൻ ടൈമിൽ വായിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ ആഴത്തിൽ ചിന്തിക്കുന്നതായിരുന്നു നിങ്ങളുടെ എല്ലാ കവിതകളും. ക്വിസ് കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് വളരെ നല്ല നമ്പറായിരുന്നു എന്ന് പറയാം സിസ്റ്റർ. കാരണം പരീക്ഷയായതുകൊണ്ടായിരിക്കാം 5 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പക്ഷേ ഈ 5 പേരാണെങ്കിലും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞതായിരുന്നു. കാരണം വളരെ ചെറിയ തെറ്റുകൾ മാത്രമേ അവർ വരുത്തിയുള്ളൂ. അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇടേണ്ടതായിട്ട് വന്നു. കാരണം എല്ലാവരും ഒരേ ലെവലായിരുന്നു സമ്മാനം വാങ്ങിയത്. പിന്നെ ഗ്രൂപ്പ് സോങ്ങിലേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു, പാട്ടായിരുന്നു. റൂൾസും കൂടെ ഒന്ന് പാലിച്ചിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മാറ്റം തന്നെ അവിടെ സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇരിക്കുന്ന സമ്മാനങ്ങളെല്ലാം സ്പോൺസർ ചെയ്തത് നമ്മുടെ സിസ്റ്റർ റോസ് മാർഗരറ്റ് ആണ്. നല്ലൊരു കൈയ്യടി തന്നെ സിസ്റ്റർ നൽകാം. സ്നേഹപൂർവ്വം സിസ്റ്റർ ഏറ്റെടുത്ത് നമുക്കത് തരികയായിരുന്നു. താങ്ക് യു സിസ്റ്റർ ഫോർ യുവർ ഗുഡ് ഹാർട്ട്. സമ്മാനദാനം ആദ്യമായി കവിതാ രചന. ഇത് കഴിയുമ്പോൾ കവിതകൾ, ഈ 3 കവിതകളും നമുക്കിവിടെ വായിച്ച് കേൾക്കാം. എല്ലാവരുടെ കവിതകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഗോസ് ടു നമ്പർ 3 സീന ഡി സെന്റ് തെരേസ CDHS. വളരെയേറെ എനിക്ക് മുന്നും സ്കൂളിനെ പറ്റിയും വിദ്യാലയത്തെ പറ്റിയും എല്ലാം കവിതകൾ എഴുതിയ സീനയാണ്. സീനയുടെ അത്ര ആരും എത്തിയില്ല എന്ന് തന്നെ പറയണം. അത്രമാത്രം സാഹിത്യം കലക്കി എഴുതിയ ഒരു ടീച്ചറാണ്. നല്ലൊരു ക്ലാപ്പ് തന്നെ ടീച്ചറിന് നൽകേണ്ടത്. ഹട്ടിഗിൻരാജ് ടീച്ചർ. Second goes to number 12 സോണിയ വി സെന്റ് തെരേസ CLPS. ടീച്ചറിന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ ടീച്ചർ കുറെ ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ ഭാവന ഭയങ്കര വലുതായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്നും ഇന്നത്തെ തലത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു തലത്തിലേക്ക് എത്തുക വളരെ നല്ലതായിരുന്നു. നിങ്ങൾ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും. സോ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടീച്ചർ. ആൻഡ് തേർഡ് ഗോസ് ടു നമ്പർ 2 ജെനി ജോസഫ് സെന്റ് തെരേസ CLPS. ടീച്ചറിന്റെയും കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു. ടീച്ചറിന്റെയും കവിത എന്ന് തന്നെ പറയാം. വളരെ സ്നേഹം, മദർ ഫൗണ്ടേഴ്സിനോടുള്ള സ്നേഹം ആഴത്തിൽ പതിഞ്ഞ ഒരു ടീച്ചർ തന്നെയാണ്. ഒരിക്കൽ കൂടി നല്ലൊരു ക്ലാപ്പ് ടീച്ചറിന് നൽകാം. നിങ്ങൾ ഈ ഡ്രോയിങ് കാണുമ്പോൾ മനസ്സിലാക്കാം. അതായത് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മദർ ഫൗണ്ടേഴ്സിന്റെ ഡെത്തിനോട് താതാത്മ്യപ്പെട്ടിട്ടുള്ള, അതായത് മദർ തെരേസയുടെ ആ ജീവിതം ഒന്ന് എടുത്ത് വരച്ചു വെച്ചതാണ് അവിടെ കാണുന്നത്. നമുക്കത് മറ്റാരുമല്ല നമ്പർ 8 മേരി അനീറ്റ. പക്ഷെ ടീച്ചർ ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നഴ്സറിയാണ്, സെന്റ് തെരേസസ് നഴ്സറി. Kindly give away the prize. She will be coming. Okay. And then comes number 12, that is our Relic Thomas Saint Teresa's CLPS. ടീച്ചറിന്റെ വര അതൊരു ഒന്നൊന്നര വര തന്നെയാണ് കേട്ടോ. കാരണം ടീച്ചറിന്റെ ആ മദർ ഫൗണ്ടേഴ്സിനെ വരച്ചിട്ടുള്ള ആ മുഖത്തിന്റെ ഒരു ഭംഗിയില്ലേ, അത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് നോക്കി നിന്ന് പോകും. സോ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടീച്ചർ. So hearty congratulations. God bless you. Then comes number 3 Anita Franklin Saint Teresa CLPS. So hearty congratulations teacher. Teacher വളരെയേറെ നമുക്കൊരു സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു ഒളിഞ്ഞു നോട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും ടീച്ചറിന്റെ ആ ഒരു ഡ്രോയിങ്ങിന്. So hearty congratulations teacher. ക്വിസിന് നമുക്ക് ആ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ആദരിക്കാതെ വയ്യ. കാരണം അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗോസ് ടു മേഴ്സി ജോഷി. കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു. ഒരു 1/2 മാർക്കിനാണ് ഫസ്റ്റ് മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ മേഴ്സി ടീച്ചറിന് ഹൃദ്യമായ നന്ദി. ഇത്രയും നാൾ സെന്റ് തെരേസാസിന്റെ ചവിട്ടുപടികൾ കയറി ഇറങ്ങുമ്പോഴും അത് അമ്മയോടുള്ള സ്നേഹത്തോടു കൂടെ ആയിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. Second goes to Delima Joseph Saint Teresa CDHS. Teacher
തുടങ്ങി. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി അവതരണ ആ സമയത്ത്. ഷീ വാസ് റൈറ്റിംഗ് നൗ ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് വൺ. മീൻസ് ഈ വർഷം വന്ന ഒരാളാണെന്നും കൂടെ ഓർക്കണം. സോ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് തേർഡ് ഗോസ് ടു ഗീതു. നല്ലൊരു ക്ലാപ്പിന്റെ ഗീതു കൊടുക്കുന്നത്. പണികളുടെ ഇത്രമാത്രം സമയം കണ്ടെത്തി 3 പേരും കൂടി ഇരുന്ന് പഠിക്കുക എന്ന് പറയണം മദർ ഫൗണ്ടേഴ്സിന്. സോ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഗീതു. ഗീതുവിന് ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങളുടെ. ഓക്കെ, സ്നേഹാദരങ്ങൾ. ഈ ക്വിസ് എന്ന് പറഞ്ഞാൽ കുത്തി ഇരുന്ന് പഠിക്കണം അല്ലേ? 3 പേരോട് പഠിച്ചതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവരെ വെറുതെ വിടാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ കോൺസലേഷനും ഇവർക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു. അത് മറ്റാരുമല്ല, മെജോൾ ഷിബു ആൻഡ് ഫിലോമിന സൗമ്യ സിംഗ് തെരേസ CGHS. So hearty congratulations dear, and for your hard work that you have done, and the smile that you are having on your face resembles the presence of our mother founders. So once again, shall we give a good applause to them? Then comes our group song. Group song first goes to Saint Teresa CLPS. Hearty congratulations. English song ആണ് അവർ പാടിയത്. വിധികർത്താവ് പറഞ്ഞത് താളത്തിനൊത്തും നിങ്ങൾ ഒരുമിച്ച് പാടി. ആ ഒരുമിച്ചൊരു കോർഡിനേഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു യു ഓൾ. സോ ഷാൽ വി ഗിവ് എ ഗുഡ് അപ്ലോസ് ടു ദം? സോ സെക്കൻഡ് ഗോസ് ടു, സെക്കൻഡ് ആണെങ്കിലും ഏറ്റവും നല്ല ഗാനവും ഏറ്റവും നല്ലതായിട്ട് പാടിയതും സെക്കൻഡുകാരായിരുന്നു എന്ന് പറഞ്ഞു. ഉള്ളിത്തേയും അവർ 5 പേരായി പോയി എന്നുള്ള ഒരു വ്യത്യാസത്തിന് മാത്രമാണ് ആ 5 മാർക്ക് അങ്ങോട്ട് കയറിപ്പോയത്. സ്കൂൾ സെക്ഷൻ സെന്റ് തെരേസ CGHS's second prize. It's not the second prize, but you can believe that it is a first prize, okay, because your singing was so good and you have done it well. Only 3 are there. Not coming. Okay. Then comes our group dance. Group dance, okay, നമ്മൾ നേരിൽ കണ്ട ഒരു കാഴ്ചയാണ് അല്ലേ? അപ്പോൾ group dance first goes to Serin and Party. Serin and Party, hearty congratulations once again. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഓവറോൾ നടത്തുമായിരുന്നു ചെല്ലി. അത് നമ്മുടെ സിസ്റ്റർ സാഹിത തന്നെ കൊണ്ടുപോകുമായിരുന്നു. ഓക്കെ, ആൻഡ് സിസ്റ്റർ പുട്സ് ഹർ ഹാർട്ട് ആൻഡ് സോൾ. നമുക്കത് അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. Okay, so hearty congratulations to HM, okay, for your hard work and your coordination. എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. And then comes second goes to our Saint Teresa's CGHS. Hearty congratulations. സമയമില്ലായിരുന്നു എന്നറിയാം. 2 നേരവും പരീക്ഷയ്ക്ക് ഡ്യൂട്ടിക്ക് നിന്നിട്ടും നിങ്ങൾ ഇത്രമാത്രം എത്തിയതിന് വളരെ ഹാർട്ടി കൺഗ്രാറ്റ്സ്. ലൈവ് ടീച്ചറാണ് ലീഡടിച്ച് എടുത്തതെന്ന് ഞങ്ങൾ അറിയാനിടയായി. ടീച്ചറിൻ്റെ അല്ലേ ശരിക്കും നമ്മൾ ആസ്വദിക്കുകയായിരുന്നു ടീച്ചറിൻ്റെ ഡാൻസ്, എല്ലാവരുടെയും എല്ലാ ഡാൻസേഴ്സിനെയും. സോ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഡാൻസർ. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്കുള്ളൊരു സർപ്രൈസ് ആണ് മക്കളെ. കസേരയുടെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഫസ്റ്റ് ചെയറിന്റെ ആ കാലയില് ഒരു പച്ച സ്റ്റാർ എടുത്തിട്ടുണ്ട്. സ്റ്റാർ ഓഫ് ഹോപ്പ്. സോ കൈൻഡ്ലി കം. ടീച്ചർ വളരെ ലാളിത്യത്തിന് സ്നേഹത്തിന്റെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ടീച്ചറാണ്. ഹാർഡ് വർക്കിംഗിന് മുന്നിട്ട് നിൽക്കുന്ന ടീച്ചറാണ്. ടീച്ചറെ ലക്കി തെരേസയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് തന്നെ ടീച്ചറിന് നൽകാം. സോ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു യു. ധീരരേ ഇതിലെ, അതാണ് ടോപ്പിക്. നിശ്ചലമാം ജലാശയത്തിൽ പതിച്ചൊരു ഭൂവിതളല്ലയോ പുണ്യദായിനി നീ. നിലയ്ക്കാത്ത ചുറ്റോളങ്ങൾ സൃഷ്ടിച്ചു നീ പുണ്യകർമ്മങ്ങളെ മണ്ണിലെന്നും തായി. ഇന്നലേകൾ തൻ വിഴുപ്പും താങ്ങി നീങ്ങിടും പാവം പെൺകിടാങ്ങൾക്ക് ഈ കൈ മുമ്പിലെന്നും മന്ന വിളമ്പും കാഞ്ചന തളികയാം ഹസ്തമായെന്നും കത്തുന്ന തീക്കുണ്ടം ഹൃത്തിനുള്ളിലാളെ പടർക്കും മാതൃതായിനി അമ്മ. ഉത്തരമില്ലാത്തൊരോരോരോ സമസ്യകൾ ഒന്നൊന്നായി തന്നെ വരിഞ്ഞു മുറുക്കിടുമ്പോഴും നിണമൊഴുകും ക്രൂശിതനെ നിറമിഴിയായി ആശ്ലേഷിച്ചു ചുംബിച്ചു വിവശയായി പാദമിടറാതെ നിന്നു നീ. യേശുവിൻ കൈപിടിച്ച് നമ്മെ നയിക്കുന്നവൾ.
പരീക്ഷണങ്ങളെ അതിജീവിച്ച് ത്രേസ്യൻ സഭയെ സ്ഥാപിച്ചവൾ. സ്നേഹം, സഹനം മാർഗദീപമായി എന്നും നന്മയ്ക്കായി പൊരുതിയവൾ. അശരണർക്കാശ്രയമായി അബലരെ പൊൻ കയ്യിലേന്തി പ്രതീക്ഷതൻ വെളിച്ചം തൂകി മുന്നേറാൻ പ്രേരണയേകിയവൾ. ദലീമ ദമ്പതികൾ തൻ അരുമയാം പൊന്മകളെ ദൈവസ്നേഹം താങ്ങിയല്ലോ നന്മയ്ക്കായി വിധിക്കപ്പെട്ടു. എറണാകുളത്തിൻ മണ്ണിൽ ആംഗലേയ ജ്ഞാനം പകർന്നു. ജ്ഞാനത്തിൽ വിത്തുപാകാൻ പള്ളിക്കൂടം സ്ഥാപിച്ചുവല്ലോ. ഉയരാനായി തളരാതെ, വളരാനായി വാടാതെ, എന്നും ശിരസുയർത്തി നിൽക്കാനായി, മണ്ണിൽ വേരുപടർത്താനായി വിണ്ണിൽ ജനിച്ചവളെ. Thank you, Sister Rosa Margaret and Sister Niranjana. Forward, sisters, forward. മുന്നോട്ട് സിസ്റ്റേഴ്സ്, മുന്നോട്ട്. സ്നേഹനിധിയായ നമ്മുടെ അമ്മയുടെ മുദ്രാവാക്യം, അമ്മയുടെ പാദസ്പർശനത്തിൻ്റെ സ്പന്ദനമായിരിക്കാം ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ അധ്യാപകർക്കും കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണല്ലോ നാം ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇവിടെ നടത്തിയ എല്ലാ കോമ്പറ്റീഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ അധ്യാപകർക്കും, സമ്മാന അർഹരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി കൺഗ്രാറ്റുലേഷൻസ്. ഇത് പറയാൻ കാരണം, ഈ സ്പന്ദനത്തിൻ്റെ കാര്യം പറയാൻ കാരണം, ഈ അവസാന നിമിഷത്തിലാണ് ജ്വാല മിസ്സിന് ഒരു ടാസ്ക് കൊടുത്തത്, വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട്. മിസ്സിനോട് ചെന്ന് പറഞ്ഞപ്പോൾ മിസ് യാതൊരു ഭാവവ്യത്യാസവും കാണിക്കാതെ അത് ഏറ്റെടുത്തു. ഇത് തന്നെയാണ് ഫോർവേഡ് സിസ്റ്റേഴ്സ് ഫോർവേഡ്. അപ്പോൾ ജ്വാല മിസ്സിനെ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. ദേവദാസി മദർ തെരേസ സെന്റ് ജോസഫ് ലീമയുടെ 122ാം ചരമവാർഷികാഘോഷ സമാപന ചടങ്ങിന് നാം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഈ ദിനത്തിൻ്റെ സർവ അനുഗ്രഹ ഐശ്വര്യങ്ങളും ഏവർക്കും ലഭ്യമായി എന്നുള്ളതിന് നാം സാക്ഷികളാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സർവ നന്മകളും നൽകി നമ്മെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. നമുക്കായി ശ്രേഷ്ഠമായ ഒരു സന്ദേശം നൽകി ഈ ദിനം ധന്യമാക്കിയ ചരമവാർഷികാഘോഷ പരിപാടികൾക്ക് സർവ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ആദരണീയ മാനേജർ സിസ്റ്റർ റവറൻഡ് സിസ്റ്റർ റോസ് മാർഗരറ്റിന് സ്നേഹാദരങ്ങളോടെ നന്ദി പറയുന്നു. ആഘോഷ പരിപാടികൾ ഉജ്ജ്വല വിജയമാക്കി തീർത്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും നഴ്സറി എച്ച്.എം. റവറൻഡ് സിസ്റ്റർ സുനന്ദ CSST, LP.HM. റവറൻഡ് സിസ്റ്റർ സവിത CSST, HS വിഭാഗം HM. റവറൻഡ് സിസ്റ്റർ ഡാനി, HSS പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ഷീന CSST, ഏവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി അർപ്പിക്കുന്നു. ഒത്തിരി തിരക്കിനിടയിലും സ്റ്റേജിൻ്റെ അലങ്കാരങ്ങളെല്ലാം വളരെ മനോഹരമായി നിർവഹിച്ചത് നമ്മുടെ സിസ്റ്റേഴ്സ് റവറൻഡ് സിസ്റ്റർ വിന്ധ്യ, സിസ്റ്റർ സജീന, സിസ്റ്റർ ഗ്രേസ്, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. സമ്മാനങ്ങൾ കൃത്യമായി സജ്ജീകരിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് സ്നേഹം നിറഞ്ഞ റവറൻഡ് സിസ്റ്റർ ഐലിന് ഏറ്റവും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. പ്രോഗ്രാം അനൗൺസ്മെൻറ്റ് നടത്തിയ റവറൻഡ് സിസ്റ്റർ സോണിയ, റവറൻഡ് സിസ്റ്റർ രമ്യ, സിസ്റ്റേഴ്സിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി. സ്വാതേറിയ ചായ സൽക്കാരം ഒരുക്കിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും കൂട്ടായ്മയ്ക്ക് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ചരമവാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ഉള്ളിൽ വിളക്ക് തെളിഞ്ഞൊരാൾ ജീവിക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകണമെന്ന് നാം ചിന്തിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് റവറൻഡ് സിസ്റ്റർ നിരഞ്ജന CSST. ബഹുമുഖ പ്രതിഭയായ ഈ പരിപാടികളിലെ ആദ്യാവസാനം വരെ സജീവമായി നിലനിർത്തിയത് റവറൻഡ് സിസ്റ്റർ നിരഞ്ജനയുടെ അക്ഷീണ പ്രയത്നമാണ്. സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾക്ക് ഒത്തിരി മാതൃകയാണ്. ഓരോ ചലനങ്ങളും നമ്മൾക്ക് ഏറെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. സിസ്റ്റർ നിരഞ്ജനയ്ക്ക് റവറൻഡ് സിസ്റ്റർ നിരഞ്ജനയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഏവർക്കും വീണ്ടും ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. See
ജെനി ജെനി Sister